ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങ് അലങ്കോലപ്പെടുത്തിയതിൽ കേരള സർവകലാശാല രജിസ്ട്രാർക്കെതിരെ നടപടിക്ക് സാധ്യത. രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തേക്കുമെന്നാണ് സൂചന. VCയുടെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ നടപടി സ്വീകരിക്കാനാണ് സാധ്യത. അതേസമയം ഗവർണറുടെ കത്തിന് വീണ്ടും മറുപടി നൽകാനൊരുങ്ങി സർക്കാർ. ഭരണഘടനാ വിദഗ്ധരുടെ അടക്കം അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തിയാകും സർക്കാർ മറുപടി നൽകുക. കേരള സർവകലാശാലയിൽ ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങ് രജിസ്ട്രാർ അലങ്കോലപ്പെടുത്തിയതിൽ VCയോട് കഴിഞ്ഞ ദിവസം രാജ്ഭവൻ വിശദീകരണം തേടിയിരുന്നു. രജിസ്ട്രാർ KS അനിൽകുമാർ പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് രാജ്ഭവനും വിലയിരുത്തുന്നത്. VCയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാനും രാജ്ഭവനിൽ ആലോചനയുണ്ട്. ഗവർണറെയും രാജ്ഭവനെയും അധിക്ഷേപിക്കാൻ രജിസ്ട്രാർ ആസൂത്രിത സംഘർഷമുണ്ടാക്കിയെന്ന് വിശ്വസിക്കാൻ കാരണങ്ങളുമേറെ. KS അനിൽകുമാർ അനിശ്ചിതത്വം സൃഷ്ടിച്ചതോടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ട ഗവർണറുടെ യാത്ര വൈകിയിരുന്നു. ഒപ്പം രാജ്ഭവനോട് ആലോചിക്കാതെ പരിപാടി റദ്ദാക്കുകയാണെന്ന് പ്രചരിപ്പിച്ചു. ഗവർണർക്ക് സുരക്ഷാ വീഴ്ചയുണ്ടാക്കും വിധം SFI പ്രവർത്തകർക്ക് യൂണിവേഴ്സിറ്റിയിൽ അടിഞ്ഞാടാൻ അവസരമൊരുക്കി. ഗവർണർ എത്തി ചടങ്ങുകൾ ആരംഭിച്ച ശേഷം പരിപാടി റദ്ദാക്കിയതായി മേലയച്ചു. ഗവർണർ പങ്കെടുത്ത പരിപാടി അനധികൃതമെന്ന് കാട്ടി DGPക്ക് കത്ത് നൽകി. ഇതെല്ലാം ആസൂത്രിതമെന്നാണ് രാജ്ഭവന്റെയും വിലയിരുത്തൽ. അതേസമയം രാജ്ഭവനിലെ പരിപാടികൾക്ക് ഔദ്യോഗിക ചിഹ്നങ്ങൾ ഉപയോഗിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ കത്തിന് ജൂലൈ 1 ശേഷം രാജ്ഭവൻ മറുപടി നൽകും. നേരത്തെ ഗവർണർ നൽകിയ കത്തിന് വീണ്ടും മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ഭരണഘടനാ വിദഗ്ധരുടെ അടക്കം അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തിയാകും സർക്കാർ മറുപടി നൽകുക. ഭാരതാംബ ചിത്രത്തിന് നിയമപരീക്ഷയില്ലെന്നും ഗവർണറുടെ വാദങ്ങൾ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലെന്നുമാണ് സർക്കാർ നിലപാട്. ജനം, തിരുവനന്തപുരം.